ഇന്ന് ഏപ്രിൽ 5-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തെലുഗു സിനിമയാണല്ലോ ദി ഫാമിലി സ്റ്റാർ. വിജയ് ദേവരകൊണ്ട, മൃണാൾ താക്കൂർ എന്നിവർ അഭിനയിച്ച സിനിമ ഒരു ഫാമിലി എന്റർടൈനർ സിനിമയായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ ഇന്ന് അതിരാവിലെ മുതൽ പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ഗീതാ ഗോവിന്ദം ഡയറക്ടർ ആക്ടർ കോംബോയുടെ ഏറ്റവും പുതിയ തെലുഗു സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ കൂടുതലായി ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. ആദ്യ പകുതിക്ക് മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയുടെ രണ്ടാം പകുതി നല്ല രീതിയിൽ താഴേക്ക് പോയതോടെ ആവറേജ്, ബിലോ ആവറേജ്, നെഗറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് സിനിമ ആദ്യ ദിവസം നേരിടുത്തിരിക്കുന്നത്. ഒരു ഔട്ട്ഡേറ്റഡ് ക്രിഞ്ച് ഫാമിലി സ്റ്റോറിയായിട്ടാണ് ചിത്രത്തിന് കൂടുതൽ പ്രേക്ഷകരെ വിശേഷിപ്പിക്കുന്നത്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസിലേക്കാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ഒരു ഭാഗത്ത് ലൈഗർ, ഖുഷി എന്നീ സിനിമകൾക്ക് ശേഷം വീണ്ടും വിജയ് ദേവരകൊണ്ട നിരാശപ്പെടുത്തിയപ്പോൾ മറുഭാഗത്ത് മൃണാൾ താക്കൂറിന്റെ തെലുഗു സിനിമ ഇൻഡസ്ട്രിയിലെ ആദ്യത്തെ പരാജയ സിനിമയായിട്ട് മാറാനുള്ള സാധ്യതകളാണ് ഫാമിലി സ്റ്റാർ എന്ന സിനിമയ്ക്കുള്ളത്. 100 കോടി കളക്ഷനിലേക്ക് എത്താൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ള സിനിമയാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ ദി ഗോട്ട് ലൈഫ്. സിനിമ കൃത്യം ഒരാഴ്ചയിലധികം തിയേറ്ററുകളിലെ പിന്നിടുമ്പോൾ സിനിമയുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് കളക്ഷൻ എല്ലാം തന്നെ മുൻ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ സിനിമയുടെ കർണാടക, തമിഴ്നാട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആക്കപ്പെട്ട കളക്ഷനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് പ്രകാരം കർണാടകത്തേക്കാൾ കൂടുതൽ കളക്ഷൻ സിനിമ തമിഴ്നാട്ടിൽ നേടിയെടുത്തിരിക്കുകയാണ്. വെറും 8 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ 5,75,00,000 എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം കർണാടകത്തിൽ 4,35,00,000 സിനിമയുടെ ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങളിലും സിനിമ മികച്ച കളക്ഷൻ നേടിയെടുത്തു എന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ട് സംസ്ഥാന കളക്ഷൻ കൂട്ടുമ്പോൾ മാത്രം സിനിമയ്ക്ക് 10 കോടി കളക്ഷൻ ഉണ്ട്. അതേസമയം മറുഭാഗത്ത് ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ സിനിമ വാഷ് ഔട്ട് ആയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ സപ്പോർട്ടോടെ നല്ലൊരു റിലീസ് എല്ലാം തന്നെ സിനിമയ്ക്ക് തെലങ്കാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ ലഭ്യമായതാണെങ്കിലും കഴിഞ്ഞ ആഴ്ചയിലെ ടില്ലു സ്ക്വയറും ഇന്ന് റിലീസ് ചെയ്ത ദി ഫാമിലി സ്റ്റാറും കാരണം ആടുജീവിതത്തിന് അവിടെ ഒട്ടും തരംഗമാക്കാനായിട്ട് കഴിഞ്ഞില്ല. അവിടുത്തെ കൃത്യമായ കളക്ഷൻ ഫിഗേഴ്സ് ഇനിയും പുറത്തു വന്നിട്ടില്ല. അത് അടുത്ത ദിവസങ്ങളിൽ വരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന പൃഥ്വിരാജ് സിനിമയുടെ കൂടുതൽ വാർത്തകൾ കേട്ട്